സംസാരിക്കാനായി എസ് കെ പോത്തറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഒരു പുസ്തകം സ്വന്തം പേരിൽ ഇറങ്ങാന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ബേസിക് നീഡായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതും കവിതകളുടെ പുസ്തകം ഇറങ്ങുക എന്ന് പറയുന്നത് വളരെയധികം സമൂഹത്തിന് വേണ്ടൊരു കാര്യമാണ്. അപ്പോൾ ആദ്യം തന്നെ എഴുത്തുകാരിക്ക് എൻ്റെ പേരിലുള്ള ആശംസകൾ രേഖപ്പെടുത്തുന്നു. ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നമസ്കാരം. അനുഷയ്ക്ക് ആദ്യം തന്നെ എൻ്റെ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം ആദ്യമായിട്ടാണ് ഞാനൊരു പുസ്തകം സ്വീകരിക്കുന്നത്. ഒപ്പം എഴുത്തുകാരിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അവസാനമായി കേസരിയോടെ പുറത്തിറങ്ങിയ ചിമേറയുടെ ഓദർ, അതായത് എഴുത്തുകാരി അനുഷയെ മറുപടി പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് ചിമേറ എന്ന നാമധേയത്തിൽ ഞാൻ കേസറോ പബ്ലിക്കേഷൻസ് വഴി ഇറക്കിയിരിക്കുന്നത്. ഇംഗ്ലീഷ് പോയട്രിയുടെ ഒരു കളക്ഷനാണ്. ഞാൻ ഒരു അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. എൻ്റെ അധ്യാപന ജീവിതത്തിനിടയിൽ കണ്ടുമുട്ടിയിട്ടുള്ള ഒത്തിരി വ്യക്തിത്വങ്ങൾ, നടന്നിട്ടുള്ള ഒത്തിരി രസകരമായിട്ടുള്ള കാര്യങ്ങൾ, അതിനകത്ത് കാണുന്ന കുട്ടികളും അവരുമായിട്ടുള്ള സംഭാഷണങ്ങളും മറ്റ് ശൈലികളും, ദൈനംദിന ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഒത്തിരി കാര്യങ്ങൾ, ഇവയെല്ലാം കുറിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു പുസ്തകം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ പലപ്പോഴും ആ ചെറിയ കാര്യങ്ങളിൽ വലുതായിട്ടുള്ള രസങ്ങളും സന്തോഷങ്ങളും ജീവിതങ്ങളും ഒക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് പലപ്പോഴും നമ്മുടെ മുന്നിലേക്ക് വന്നില്ല എന്ന് വരാം, നമ്മുടെ തിരക്ക് കാരണം നമ്മളത് കണ്ടില്ല എന്ന് വരാം. ആ ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ രസകരമായിട്ടുള്ള രീതിയിൽ എല്ലാവരുടെയും മുന്നിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. എഴുത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഇൻഡോ ആംഗ്ലിയൻ റൈറ്ററായ നെസ്സം എസെക്കിയലിന്റെ ഒരു ഫാനാണ്. അദ്ദേഹം എഴുതുന്ന ശൈലിയിൽ എഴുതണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അത്യാഗ്രഹമാണെന്ന് അറിയാം, എന്നാലും ആ രീതിയിൽ എഴുതിക്കൊണ്ടു പോകണം എന്ന ആഗ്രഹം മനസ്സിനകത്ത് വളരെയധികം ഉണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ഞാൻ നടത്തിയിട്ടുമുണ്ട്. ആ ശ്രമം വിജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബാക്കിയെല്ലാം പറയുന്നത് പോലെ സർവേശ്വരന്റെ കയ്യിലും വായനക്കാരായ നിങ്ങളുടെ കൈകളിലേക്കുമാണ് എത്തിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊരു വിജയമാക്കി തരണം എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു സംരംഭത്തിന് ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ അതിന് എല്ലാവിധ സഹായങ്ങളും നൽകി എന്നെ സഹായിച്ചത് ഓൾഡ് ലൈബ്രറി എന്ന് പറയുന്ന ഞാൻ ആദ്യം ഇറക്കിയ പുസ്തകത്തിന്റെ പ്രസാധകനും, അദ്ദേഹം വഴിയാണ് ഞാൻ കേസറോ പബ്ലിക്കേഷൻസിലേക്ക് എത്തുന്നത്. അവരും കൂടെ ചേർന്നാണ് ഈ ഒരു സംരംഭത്തിന് എനിക്ക് ഏറ്റവും വലിയ സഹായം നൽകി, എന്നെ എല്ലാവിധ പൂർണ്ണ പിന്തുണ നൽകി എന്നോടൊപ്പം നിന്നത്. അവരോടും എൻ്റെ അകമഴിഞ്ഞ നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം എനിക്ക് എല്ലാവിധ ബലവും നൽകി എൻ്റെ ഒപ്പം നിന്നിട്ടുള്ള ഈ കാണിക്കുന്ന അരവട്ടുകൾക്കെല്ലാം പൂർണ്ണ സപ്പോർട്ട് നൽകുക എന്ന് പറയുന്നത് പോലെ അതിനെല്ലാത്തിനും സപ്പോർട്ട് നൽകിയിട്ട് നിൽക്കുന്നത് എൻ്റെ ഫാമിലിയാണ്. ആ ഫാമിലിക്കും എന്നെ സഹായിച്ച എൻ്റെ ഗുരുശ്രേഷ്ഠന്മാർക്കും ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ സ്ഥാപനത്തിലെ സകല അധ്യാപകർക്കും അനധ്യാപകർക്കും എല്ലാവർക്കും ഇതിലൊരു പങ്ക് അവകാശപ്പെടാനായിട്ടുണ്ട്. അവർക്ക് എല്ലാവരോടുമുള്ള നന്ദി ഞാൻ ഹൃദയപൂർവ്വം അറിയിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ നന്ദി എനിക്ക് പറയാനുള്ളതും സ്നേഹം പങ്കിടാനുള്ളതും, ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന, ഓരോ വട്ടവും എന്നെ മുന്നോട്ട് നയിക്കുന്ന, തോറ്റുപോകും എന്ന് പേടി വരുമ്പോഴും ആ തോൽവിയിൽ നിന്ന് മുന്നോട്ട് പോവുക, തോറ്റാലും കുഴപ്പമില്ല നീ മുന്നോട്ട് പോവുക എന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞ് പഠിപ്പിക്കുന്ന സർവശക്തനായ ചിന്താലയേശനാണ്. അദ്ദേഹത്തോട് എത്ര നന്ദി പറഞ്ഞാലും ഒരു പക്ഷെ അത് തീരത്തില്ല. അദ്ദേഹത്തിന്റെ മുന്നിൽ ഈ പുസ്തകം സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ആരംഭിക്കണമെന്ന് വിചാരിച്ചിരുന്നത്. അത് അതേപടി നടക്കുകയാണ്. അദ്ദേഹത്തോടുള്ള നന്ദിയും ഞാൻ അകമഴിഞ്ഞ് ഈ സമയത്ത് പറയുകയാണ്. എല്ലാവരുടെയും സഹായവും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും ഈ ഒരു സംരംഭത്തിലേക്ക് വേണം. അതിന് എല്ലാവരോടും സ്നേഹം നിറഞ്ഞ രീതിയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. നന്ദി. അല്പനേരത്തേക്കാണെങ്കിലും ഞങ്ങളുടെ കൂടെ ചേർന്ന എല്ലാവർക്കും നന്ദി. അതോടൊപ്പം തന്നെ ചിമേറയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി.